എൻഡിഎയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന ക്യാമ്പയിന്റെ ഔപചാരികമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് സമ്മേളനം മാർച്ച് 11-ന് കലൂർ സ്റ്റേഡിയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ബിജെപി, ബിഡിജെഎസ്, 2020 ജെഎസ്എസ്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, സോഷ്യലിസ്റ്റ് ജനതാദൾ, ശിവസേന, കാമരാജ് കോൺഗ്രസ്, ലോക ജനശക്തി പാർട്ടി, നാഷണൽ ലിസ്റ്റ്, പീപ്പിൾസ് പാർട്ടി, നാഷണൽ ഫാർമേഴ്സ് പാർട്ടി, JRS അടക്കമുള്ള 12 എൻഡിഎ ഘടക കക്ഷികളുടെ എറണാകുളം, തൃശൂർ റവന്യൂ ജില്ലകളിൽ നിന്നായി 1,00,000-ഓളം എൻഡിഎ പ്രവർത്തകർ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മധ്യ കേരളത്തിൽ എൻഡിഎ സമ്മേളനം വെച്ചതിന്റെ ഉണർവ് കേരളം മുഴുവൻ ലഭിക്കുമെന്ന് എസ് സുരേഷ് പറഞ്ഞു. മാറ്റം തുടങ്ങാം, വികസിത കേരളം, മോദിക്കൊപ്പം എന്നതാണ് സമ്മേളനത്തിന്റെ മുദ്രാവാക്യം. കേരളത്തിൽ കഴിഞ്ഞ 70 വർഷമായി നിലനിൽക്കുന്ന ഇടതു വലത് രോഗത്തെ മാറ്റി വികസനത്തിന്റെയും ഭാവാത്മക രാഷ്ട്രീയത്തിന്റെയും മാറ്റം അനിവാര്യമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആ മാറ്റം ആഗ്രഹിക്കുന്നു. എല്ലാ മേഖലയിലും തകർന്നടിഞ്ഞ കേരളത്തിന്റെ ഒരു മോചനം ആവശ്യമാണ്. അതാണ് മാറ്റം തുടങ്ങാം എന്ന മുദ്രാവാക്യത്തിലൂടെ ബിജെപി ഉദ്ദേശിക്കുന്നത്. വികസിത കേരളം, മോദിക്കൊപ്പം എന്നതാണ് എൻഡിഎ മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറാത്തത് ഇനി മാറുമെന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ബിജെപി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ മുദ്രാവാക്യം കേരളത്തിൽ പരക്കെ ചർച്ച ചെയ്യപ്പെട്ടു. കേരള ജനത അത് ഉൾക്കൊണ്ടു എന്നതിന് തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷനും തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയും ഉൾപ്പെടെ കേരളത്തിൽ ബിജെപിക്ക് ഉണ്ടായ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചത്. മാറാത്തത് ഇനി മാറും, കേരളം വളരും എന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻഡിഎ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം. കേരളത്തിലെ MLA-മാർക്കെതിരെ മതിയായി MLA ക്യാമ്പയിന്റെ സമാപനവും വരാൻ പോകുന്ന മാറ്റം തുടങ്ങാം, വികസിത കേരളം, മോദിക്കൊപ്പം ക്യാമ്പയിന്റെ ആരംഭവുമാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന എൻഡിഎ സമ്മേളനത്തിൽ നടക്കുന്നത് എന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷ് പറഞ്ഞു. പല പാർട്ടികളും പല നേതാക്കളും അണികളോടൊപ്പം ഈ സമ്മേളനത്തോടെ എൻഡിഎയുടെ ഭാഗമാകുമെന്ന് എൻഡിഎ വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ പറഞ്ഞു. ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് KS ഷൈജു, KVS ഹരിദാസ്, 2020 വൈസ് ചെയർമാൻ ഗോപകുമാർ, TP സിന്ധു മോൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.